ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബാക്കി വന്ന ചോറും കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ നല്ല ടേസ്റ്റും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് നമുക്ക് രാവിലെയോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ടോ ഒക്കെ കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാ പേരും ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചോറാണ്. 1.5 കപ്പ് അളവിൽ ചോറ് എടുത്തിട്ടുണ്ട്. ഏതരിയുടെ ചോറ് വേണോ എടുക്കാവുന്നതാണ് കേട്ടോ. പച്ചരി ചോറല്ല, ബാക്കിയുള്ള അരിയുടെ ചോറൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ അത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തലേദിവസത്തെ ചോറാണെന്നുണ്ടെങ്കിൽ കഴുകി ഊറ്റി ഇതുപോലെ എടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അന്നേ ദിവസമാണെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ വേറെ കുറച്ച് ഫില്ലിങ്ങിനായിട്ട് കുറച്ച് ഐറ്റംസ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റും ഒരു സവാളയും ഒരു മുട്ടയും പച്ചമുളകും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. മുട്ടയുടെയൊക്കെ അളവ് നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കാം. അതുപോലെ വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ അതിലേക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. വെജിറ്റബിൾസൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിവിടെ ഒരു പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഒരല്പം കടുക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരു 1/4 ടീസ്പൂണിലും കുറവളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഞാനിവിടെ ക്യാരറ്റും സവോളയും പച്ചമുളകൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓരോന്നായിട്ട് വഴറ്റണമെന്നില്ല, ഒരുമിച്ച് തന്നെ എല്ലാം കൂടി ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് ഞാനിവിടെ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക കേട്ടോ. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വേണം പച്ചമുളക് എടുക്കാൻ. കാരണം നമ്മൾ ഇനി ഇതിൽ കുറച്ച് പൊടികൾ ഒക്കെ ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതനുസരിച്ച് വേണം പച്ചമുളകൊക്കെ ചേർക്കാൻ. ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മുറിച്ചാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ആയിരിക്കും കേട്ടോ, അത് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പം പെട്ടെന്ന് തന്നെ അതൊന്ന് വഴണ്ടി കിട്ടും. കാരണം ക്യാരറ്റൊക്കെ നന്നായിട്ട് നൈസായിട്ടാണ് കട്ട് ചെയ്തിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്ന ഒരല്പം അയമോദകമാണ്. അപ്പോൾ ഇത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം. ചിലപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറൊന്നും കുട്ടികൾക്കൊന്നും ചിലപ്പോൾ ഇഷ്ടമാണോന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അത് ചേർത്താൽ മതി കേട്ടോ. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനൊരല്പം കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണിലും കുറവളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ക്യാരറ്റൊക്കെ ആണല്ലോ, അതിനനുസരിച്ചുള്ള പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ കൂടുതലായിട്ട് എടുക്കുകയാണെങ്കിൽ എല്ലാം കൂടുതലായിട്ട് എടുക്കുക കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് ഗ്യാസിൻ്റെ ഫ്ലെയിം ലോയിൽ തന്നെ വെക്കുക കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ അടിഭാഗം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നന്നായിട്ട് തന്നെ അതൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഞാനിവിടെ എടുത്ത് വെച്ചിരുന്ന മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 1-2 മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ചിക്കിയെടുക്കാം. ഒരു 30 സെക്കൻഡ് ഒന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം കൂടെ നന്നായിട്ട് തന്നെ യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. പൊടികളൊക്കെ നമ്മൾ ആദ്യമേ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്നും തന്നെ ചേർക്കാനില്ല. കറിവേപ്പിലയോ മല്ലിയിലയോ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കറിവേപ്പില കുറച്ച് മുറിച്ച് അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇത് നമുക്കങ്ങോട്ട് മാറ്റി വയ്ക്കാം. തണുക്കാനായിട്ട് മാറ്റി വെക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ തന്നെ അങ്ങ് വെച്ചിരുന്നാൽ മതിയാകും. ഇനി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മാറ്റി വെച്ചിരുന്ന ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 1.5 കപ്പ് അളവിൽ ചോറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചോറ് ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്. ഇതൊന്ന് നന്നായിട്ട് അരച്ച് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒട്ടും തന്നെ തരിയില്ലാതെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഒട്ടും തന്നെ തരിയില്ലാതെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളിവിടെ പൊടി കൂടി ചേർത്താണ് ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പാത്രം എടുക്കുക. കാരണം മാവ് കൂടെ കുഴയ്ക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഇത് മൊത്തത്തിൽ ഇതിലേക്ക് തന്നെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളമൊന്നും ഒഴിക്കരുത്. ഒട്ടും തന്നെ വെള്ളമൊന്നും ഒഴിക്കാതെയാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത് കേട്ടോ.
അപ്പോൾ ഞാനിവിടെ അത് ഇതിലേക്ക് എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് വറുത്ത അരിപ്പൊടിയാണ്. ഇടിയപ്പത്തിൻ്റെയും പത്തിരിപ്പൊടിയൊക്കെ ഇല്ലേ, ആ പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നല്ല നൈസായിട്ടുള്ള ആ പൊടി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്കിത് കുറേശ്ശെയായിട്ടിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഒരുമിച്ച് ഇട്ട് കൊടുക്കണ്ട, കുറേശ്ശെയായിട്ടിട്ട് കുഴച്ചെടുത്താൽ മതി. കാരണം നമ്മളിതിൽ വെള്ളം ഒഴിക്കുന്നില്ല. അപ്പോൾ ഈ അരച്ചെടുത്ത ചോറിൻ്റെ ആ ഒരു നനവിലാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് പൊടി ഇട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം അരച്ചെടുത്ത ചോറിൽ തന്നെ ഉപ്പിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. എല്ലായിടത്തും ഒരുപോലെ അതങ്ങ് മിക്സായി കിട്ടും. ഞാൻ ആദ്യം ഇട്ട് കൊടുക്കാനായിട്ട് മറന്നുപോയി, അതുകൊണ്ടാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇത് യോജിപ്പിക്കുന്ന സമയത്ത് പൊടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുത്താൽ മതിയാകും. എനിക്കിവിടെ ഒരു 1.25 കപ്പ് 1.5 കപ്പോളം അരിപ്പൊടി കൂടി വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇനി അഥവാ നിങ്ങളിത് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നനവൊട്ടും ഇല്ലാതെ എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്താൽ മതിയാകും. അപ്പം നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. വെള്ളം ആവശ്യമായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ഒഴിച്ച് കൊടുത്താലും മതിയാകും കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ മാവ് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് ഇതേപോലെ ഇരിക്കണം കേട്ടോ, ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോകാൻ പാടില്ല. ഇനി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരല്പം വെള്ളം എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു കവർ ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിപ്പം പത്തിരിപ്പൊടി വാങ്ങിച്ച കവറാണ്. ആട്ടാപ്പൊടിയുടെ ഏത് കവർ വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് കൈ ഒന്ന് നനയ്ക്കാം. അപ്പം മാവ് എടുക്കാൻ വേണ്ടിയിട്ടാണ്, കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്തത്. അപ്പം ഞാനിവിടെ ഒരു ബോളായിട്ട് എടുത്തിട്ടുണ്ട്. ഈ കവറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എണ്ണ അല്പം തടവി കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരല്പം എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. എണ്ണയുടെ ആവശ്യം വരില്ല, കാരണം മാവിൻ്റെ പൊടി തന്നെ പ്ലാസ്റ്റിക് കവർ ആയതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് തന്നെ അത് ആയി കിട്ടും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിതിവിടെ ഒരെണ്ണം അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് മറ്റേ കവർ കൂടി വെച്ച് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്കിതൊന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ചപ്പാത്തി പ്രസ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ വെച്ച് തന്നെ നിങ്ങൾക്കത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ വീണ്ടും ഒന്നും കൂടി നമുക്കതൊന്ന് പ്രസ് ചെയ്യാം. നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എങ്കിലേ നല്ല വട്ടത്തിൽ കിട്ടത്തുള്ളൂ, നൈസായിട്ട് കിട്ടത്തുള്ളൂ. ഒരുപാട് അങ്ങ് കനം കൂടാനും അതുപോലെ കനം കുറയാനും പാടില്ല കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒരു ഷേപ്പ്ലെസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു പാത്രം ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്താലും മതിയാകും കേട്ടോ. നല്ല കറക്റ്റ് റൗണ്ടിന് കിട്ടും. അപ്പോൾ ഞാനിതിവിടെ ഒരെണ്ണം ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റുന്നതിന് മുന്നേ ആ പ്ലേറ്റിലേക്ക് ഒരല്പം ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഒരല്പം മതിയാകും കേട്ടോ, കാരണം അതിൽ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്പം ഒന്ന് അത് ഓയിലൊന്ന് തടവി കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ ഞാൻ ഒന്നുകൂടി ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ റൗണ്ട് വലിപ്പത്തിനാവാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും നമ്മളതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതൊന്ന് കട്ട് ചെയ്ത് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ അതും കൂടി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫില്ലിങ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് ഫില്ലിങ് വെക്കേണ്ട കേട്ടോ, ഒരു സൈഡിൽ ഒരല്പം സ്പേസ് ഇട്ടേക്കണം. എങ്കിലേ നമുക്കത് നന്നായിട്ട് അതൊന്ന് ഒട്ടിച്ച് വെക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ, അരിമാവ് ആയതുകൊണ്ട് തന്നെ അത് വിട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. നന്നായിട്ട് തന്നെ അത് പ്രസ് ചെയ്ത് വെക്കണം. സാധാരണ ഗോതമ്പ് മാവ് വെച്ചിട്ടൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പം വരത്തില്ല. പക്ഷേ ഇത് അല്പം നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ സൈഡൊക്കെ വിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതുപോലൊരു ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ഡിസൈനും കിട്ടും, അതിൻ്റെ കൂടെ നന്നായിട്ട് അത് പ്രസ്സായിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. രണ്ട് സൈഡും അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, എങ്കിൽ കുറച്ചും കൂടി നല്ല ഇതായിട്ട് ഇരിക്കും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഇതിട്ട് കൊടുക്കാം. നന്നായിട്ട് ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി എണ്ണയിൽ നിങ്ങൾക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാവുന്നതാണ്. സാധാരണ ഇടിയപ്പമൊക്കെ ചെയ്യുന്ന പോലെ, കൊഴുക്കട്ടയൊക്കെ ചെയ്യുന്ന പോലെ ആവിയിൽ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്താലും മതിയാകും കേട്ടോ.
ആവിയിൽ വേവിക്കുന്ന പലഹാരമൊക്കെ ചിലപ്പോൾ കുട്ടികൾക്ക് അത്ര ഇഷ്ടമാവണമെന്നില്ല. അങ്ങനെയുള്ളവർക്ക് ഇതുപോലെയൊക്കെ ഫ്രൈ ചെയ്ത് കൊടുക്കാം എണ്ണയിൽ. അല്ലാതെ മുതിർന്നവർക്ക് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആവിയിൽ വേവിച്ച് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് 2 വശവും തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. നമുക്കിത് രാവിലെയോ വൈകുന്നേരമോ അതുപോലെ ഡിന്നറിനോ ഒക്കെ കഴിക്കാവുന്നതാണ്. ഉറപ്പായിട്ടും എല്ലാ പേരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് ബാക്കി വരുന്ന ചോറ് കൊണ്ടുള്ള. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിനെക്കുറിച്ചുള്ള കമൻ്റൊന്നും അറിയിക്കാൻ മറക്കരുത്. അതോടൊപ്പം ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും കൂടിയൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാ പേരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പം പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.